കോഴിക്കോട് ചെലവൂരിൽ 16-കാരിയെയും ബന്ധുവായ യുവാവിനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുഴിക്കൽ സ്വദേശികളായ നസ്രീൻ, ബന്ധു അദ്നാൻ എന്നിവരാണ് മരിച്ചത്. പെൺകുട്ടിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം യുവാവ് ജീവനൊടുക്കിയത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇന്ന് പുലർച്ചെ 5:30യോടെയായിരുന്നു കോഴിക്കോട് ചെലവൂരിൽ നാടിനെ നടുക്കിയ കൊലപാതകം. വീട്ടുകാരുടെ ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു. പെൺകുട്ടി നസ്രീനെ വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബന്ധുവായ കൊളത്തറ സ്വദേശി അദ്നാൻ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പെൺകുട്ടിയുടെ മുത്തശ്ശിക്ക് നേരെയും അതിക്രമശ്രമമുണ്ടായി. ഏട്ടത്തിന്റെ മോൻ വന്നിട്ട് അവരെ ഷാൾട്ട് മുറുക്കിന്ന് കേൾക്കണ്, നമുക്ക് ഫുള്ളായിട്ട് അറിയില്ല, അതന്നെ സംഭവം. പിന്നെ മാമന്റെ മോനും പറമ്പിൽ സാറിനും വന്ന് അവർ എടുത്തു കൊണ്ടുപോയി കോളേജിൽ എത്തിച്ച് അതുപോലെ മരിച്ച് അവരും മരിച്ചിരിക്കണെന്ന് കേട്ടു. അദ്നാനെ മുകളിലെ നിലയിൽ മുറിയിൽ പൂട്ടിയിട്ടാണ് 16-കാരിയെ വീട്ടുകാർ ആശുപത്രിയിലെത്തിച്ചത്. മടങ്ങിയെത്തി മുറി തുറന്നപ്പോൾ മുഖത്ത് സെല്ലോ ടേപ്പ് ചുറ്റി മരിച്ച നിലയിൽ അദ്നാനെ കണ്ടെത്തി. പോസിബിൾ സൂയിസൈഡ് ആണ്, പക്ഷെ നമുക്ക് കൺഫേംഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ബന്ധുവായ അദ്നാൻ പെൺകുട്ടിയുടെ വീട്ടിലായിരുന്നു താമസം. യുവാവിന്റെ സ്വഭാവദൂഷ്യം പെൺകുട്ടി കണ്ടുപിടിച്ചതിന് പിന്നാലെ അദ്നാനെ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഈ പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് നിഗമനം. കള്ളത്താക്കോലിട്ട് തുറന്നാണ് അദ്നാൻ വീടിനകത്ത് കയറിയത്. വീട്ടിലെ CCTVകൾ നശിപ്പിച്ച നിലയിലാണ്. 24 കോഴിക്കോട്. ആ വിഷയത്തിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അദ്നാൻ വീട്ടിലെത്തിയത് രാത്രി 7:30യോടെയാണ്. അടുക്കള ഭാഗത്തൂടെ അകത്ത് കയറാൻ ശ്രമിക്കുന്നതാണ് CCTV ദൃശ്യങ്ങൾ. പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ അതാണ്. അദ്നാൻ എന്ന് പറയുന്ന 20-കാരൻ ആണ്. ഈ നസ്രീന്റെ ബന്ധുവാണ്. ചേട്ടത്തെ അനിയത്തിമാർ മക്കളാണെന്ന് തോന്നുന്നു. ബന്ധുവാണ്. അപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന 7:30യോടെയാണ്. 7:30യോടെ വീട്ടിലെത്തി അടുക്കള ഭാഗത്തൂടെ അകത്ത് കയറാൻ ശ്രമിക്കുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ പ്രകടമാകുന്നത്. അപ്പോൾ കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് നിഗമനം. ആ നിഗമനത്തെ ഒരുപക്ഷെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും. ദിൽഷ തിലകൻ ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നു. ദിൽഷ, അന്വേഷണത്തിൽ വളരെ സഹായകരമാകുന്ന ഒരു CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും എന്താണ് ആ ക്രൂരകൃത്യത്തിന് കാരണം എന്നത് വ്യക്തവുമല്ല. ദിൽഷ, തീർച്ചയായിട്ടും ഹാഷ്മി, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ കൃത്യം നടക്കുന്നത്. അതായത് ഏകദേശം 5:30 കൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകവും പിന്നീട് 2 പേർ മരിച്ചു കിടക്കുന്നതുമായെല്ലാം അവിടെ കാണുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് രാത്രി 7:30 കൂടി തന്നെ അദ്നാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ട് കൊലപാതകം ചെയ്യാൻ വേണ്ടി കൃത്യമായി ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ് അദ്നാൻ അവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മുൻവശത്തെ CCTV ഒക്കെ തന്നെ അദ്നാൻ ആദ്യം തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്ന സമയത്ത് പോലും നമുക്ക് CCTV ഒന്നും ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. കാരണം പോലീസിൽ നിന്ന് ലഭിച്ച വിവരം അനുസരിച്ച് വീടിന്റെ മുൻവശത്തെ CCTV എല്ലാം അദ്നാൻ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പുറകുവശത്തെ CCTVയിലാണ് ഇപ്പോൾ അദ്നാന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറാൻ അടുക്കള വശത്തുകൂടെ വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കള്ളത്താക്കോലിട്ടാണ് അദ്നാൻ വീടിനകത്ത് കയറിയത് എന്നുള്ളതാണ്. അദ്നാൻ നേരത്തെ തന്നെ ഈ മരിച്ച പെൺകുട്ടിയുടെ ബന്ധുവാണ്. നേരത്തെ തന്നെ ഈ വീട്ടിൽ താമസിക്കുന്ന ആളും കൂടിയാണ്. ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അദ്നാനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ഇതിന്റെ പക തന്നെയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിലേക്ക് അദ്നാനെ നയിച്ചത് എന്ന് വേണം പറയാൻ. എന്തായാലും കള്ളത്താക്കോലിട്ട് വീടിന്റെ പുറകുവശത്തുകൂടെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഇന്നലെ അവിടെ വിഷു ആഘോഷമെല്ലാം കുടുംബാംഗങ്ങളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് വിഷു ആഘോഷിക്കുന്നുണ്ടായിരുന്നു മുൻവശത്ത്. ആ സമയത്താണ് അദ്നാൻ പുറകുവശത്തിലൂടെ വീടിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.